ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എടുക്കാൻ പോകുന്നത് കൃഷിയാണ്. കൃഷിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒന്ന് പഠിച്ചെടുക്കാം. ഓക്കെ, ക്ലാസ്സിലേക്ക് കിടക്കാം. മണ്ണ് ഉപയോഗിക്കാതെയുള്ള കൃഷി ഹൈഡ്രോഫോണിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഹൈഡ്രോഫോണിക്സ്. മണ്ണോ ജലമോ ഉപയോഗിക്കാതെയുള്ള കൃഷി രീതി അറിയപ്പെടുന്നത് എയറോപോണിക്സ്. ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഹൊവാർഡ്. പ്രകൃതി സ്നേഹികളുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് സൈലന്റ് സ്പ്രിംഗ്. സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം രചിച്ചത് റേച്ചൽ കാർസൺ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെറിയ ചെറിയ കണക്ഷൻസ് ഒക്കെ ഉപയോഗിച്ചൊന്ന് പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ ആദ്യത്തേത് മണ്ണ് ഉപയോഗിക്കാതെയുള്ള കൃഷി എന്ന് പറയുന്നത് ആ ഒരു സിസ്റ്റത്തെ പറയുന്നത് ഹൈഡ്രോപോണിക്സ് എന്നാണ്. മണ്ണ് ഉപയോഗിക്കാതെയുള്ള, അതായത് മണ്ണില്ലാത്ത കൃഷി. അപ്പോൾ മണ്ണില്ല, വെള്ളം മാത്രമേ ഉള്ളൂ. വെള്ളം എന്ന് പറയുന്നത് H2O അല്ലെ, ഹൈഡ്രജനും ഓക്സിജനും കൂടിയത്. അപ്പോൾ ഹൈഡ്രജൻ എന്നുള്ള രീതിയിൽ ഹൈഡ്രോഫോണിക്സുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അല്ലെ. മണ്ണ് ഉപയോഗിക്കാതെ ഉള്ള കൃഷിയാണ് ഹൈഡ്രോഫോണിക്സ്. രണ്ടാമത്തേത് മണ്ണോ ജലമോ ഉപയോഗിക്കാതെയുള്ള കൃഷി രീതി അറിയപ്പെടുന്നത്. മണ്ണും ഇല്ല, ജലവും ഇല്ല. അപ്പൊ എന്താണ്, മണ്ണും ഉണ്ടാവില്ല, ജലവും ഉണ്ടാവില്ല, പിന്നെ എയർ മാത്രമേ ഉള്ളൂ, വായു മാത്രമേ ഉള്ളൂ. അപ്പൊ എയറോപോണിക്സ് അങ്ങനെയായിട്ട് എടുത്തോളൂ. മണ്ണോ ജലമോ ഉപയോഗിക്കാതെയുള്ള കൃഷി രീതി അറിയപ്പെടുന്നത് എയർ മാത്രമേ ഉള്ളൂ. അപ്പൊ എയറോപോണിക്സ് എന്നുള്ള രീതിയിൽ എടുക്കാം. നെക്സ്റ്റ്, ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ആൽബർട്ട് ഹൊവാർഡ് ആണ്. ഇപ്പൊ നമ്മൾ ജൈവ വളമൊക്കെ ഇട്ട് കൃഷി ചെയ്യുമ്പോൾ പ്രത്യേക വാർഡ് തിരിച്ചിട്ടാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊന്ന് ആലോചിച്ച് വെക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഈ വാർഡ് നോക്കി ജൈവ കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തരുന്നില്ല രീതിയിലോ അങ്ങനെ എന്തെങ്കിലും ഒരു വാർഡുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് വെക്കാം കേട്ടോ. ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ആൽബർട്ട് ഹൊവാർഡ്. വാർഡ്, ജൈവ കൃഷി വാർഡുമായിട്ട് കണക്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, പ്രകൃതി സ്നേഹികളുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് സൈലന്റ് സ്പ്രിംഗ് ആണ്. പ്രകൃതി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സൈലന്റ് വാലി ഒക്കെ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്തൂടെ. സൈലന്റ് വാലി, സൈലന്റ് സ്പ്രിംഗ്, പ്രകൃതി സ്നേഹികളുടെ ബൈബിൾ. ബൈബിൾ എന്നറിയപ്പെടുന്നത് സൈലന്റ് സ്പ്രിംഗ്. ഇനി സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന ഒരു ബുക്കാണ്. ഈ ബുക്ക് രചിച്ചത് റേച്ചൽ കാർസൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ നമ്മൾ എപ്പോഴാണ് സൈലന്റ് ആവുക, നമ്മുടെ കഴുത്തിനൊക്കെ ആരെങ്കിലും വന്ന് പിടിച്ചാലാണ് നമ്മൾ സൈലന്റ് ആവുക. അപ്പൊ കഴുത്തിന് പിടിക്കുമ്പോൾ അല്ലെ, കൾസൺ ആയിട്ട് കണക്ട് ചെയ്യാം. സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം രചിച്ചത് റേച്ചൽ കാർസൺ. കഴുത്തിന് പിടിക്കുമ്പോഴാണ് നമ്മൾ സൈലന്റ് ആവുക എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്തെടുത്താൽ മതി. ഓക്കെ, നെക്സ്റ്റിലേക്ക് പോകാം. നെക്സ്റ്റ് നമ്മൾ ഒരു വ്യക്തിനെ പരിചയപ്പെടുകയാണ്. മസനോബു ഫുക്കുവോക്ക എന്ന ജപ്പാൻകാരനായിട്ടുള്ള ഒരു വ്യക്തി. ഒറ്റ വൈക്കോൽ വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവാണ് അദ്ദേഹം. ഇത് സ്ഥിരം ചോദിച്ചതാണ്. ഈ ഒരു മസനോബു ഫുക്കുവോക്ക എന്ന വ്യക്തിയെ കുറിച്ച് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് ഒറ്റ വൈക്കോൽ വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവ്. അപ്പൊ ബാക്കിയുള്ളതൊന്നും ഞാൻ ചോദിച്ചു കണ്ടിട്ടില്ല. അപ്പൊ ഈ ഒരു പോയിന്റ്, ആദ്യത്തെ പോയിന്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. ഒറ്റ വൈക്കോൽ വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് മസനോബു ഫുക്കുവോക്ക. അപ്പൊ ഈ വൈക്കോൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പാരന്റ്സ് നമ്മളെ കോലൊക്കെ ഉപയോഗിച്ച് തല്ലും അല്ലെ. അപ്പൊ നമ്മുടെ മനസ്സ് നിറയും, മനസ്സ് വേദനിക്കും, നോവും എന്നുള്ള രീതിയിലൊന്ന് ആലോചിച്ച് വെക്കാം. മനസ്സ് നോവും, മസനോബു എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഒറ്റ കോലുകൊണ്ട് അടിക്കുന്ന സമയത്ത് മനസ്സ് നോവ് എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ ഒറ്റ വൈക്കോൽ വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവ് അല്ലെ മസനോബു ഫുക്കുവോക്ക നടന്നിട്ടുള്ളത്. അതായത് ഒറ്റ വൈക്കോൽ വിപ്ലവം നടന്നത് ജപ്പാനിലാണ്. ഈ മസനോബു ഫുക്കുവോക്ക എന്ന വ്യക്തി ജപ്പാൻകാരനാണ് കേട്ടോ. ജപ്പാൻ. നെക്സ്റ്റ്, ധാന്യഗുളികകൾ വികസിപ്പിച്ച വ്യക്തിയാണ്. അതുപോലെ പരമ്പരാഗത ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവാണ്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ രാസവളങ്ങളും കീടനാശിനികളൊന്നും ഉപയോഗിക്കാതെ, ഭൂമി ഉഴുതു മറിക്കാതെ നമുക്ക് കൃഷി ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം പറഞ്ഞത്. ആ ഒരു രീതിയാണ്, അതുകൊണ്ടാണ് ഇദ്ദേഹം ഇത്ര ഫേമസ് ആയിട്ടുള്ളത്. അങ്ങനെയുള്ള കൃഷി രീതികളൊക്കെ പരീക്ഷിച്ച വ്യക്തി കൂടിയാണ് കേട്ടോ. പരീക്ഷിച്ച് ജപ്പാനീസ് കൃഷി ശാസ്ത്രജ്ഞനാണ് ആര്, നമ്മുടെ മസനോബു ഫുക്കുവോക്ക എന്ന് പറഞ്ഞ വ്യക്തി. എവിടെയാണ് നടന്ന രാജ്യം? ഒറ്റ വൈക്കോൽ വിപ്ലവം നടന്ന രാജ്യം ജപ്പാനാണ്. ജപ്പാൻ. അത് നമ്മളെ വൈക്കോൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോ വീട്ടിലേക്ക് വൈക്കോലൊക്കെ കൊണ്ടുവരുമ്പോൾ ഒരു വണ്ടിയിലല്ലേ കൊണ്ടുവരാം, വാഹനത്തിൽ, ഒരു ജീപ്പിലാണ് കൊണ്ടുവരാൻ എന്നുള്ള രീതിയിലൊന്ന് ആലോചിക്കുക. വൈക്കോലൊക്കെ വീട്ടിലേക്കൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഒരു ജീപ്പിലാണ് കൊണ്ടുവരിക എന്നുള്ള രീതിയിലൊന്ന് ആലോചിച്ചാൽ ഒറ്റ വൈക്കോൽ വിപ്ലവം എവിടെയാണ്? ജപ്പാനിലാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടുത്തെ പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് മസനോബു ഫുക്കുവോക്ക അല്ലെ. ഒറ്റ വൈക്കോൽ വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവാണ് ആര്? മസനോബു ഫുക്കുവോക്ക. അപ്പൊ ആ പോയിന്റ് കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. നെക്സ്റ്റിലേക്ക് കിടക്കാം. കൃഷി രീതികൾ. വാണിജ്യ അടിസ്ഥാനത്തിലെ പച്ചക്കറി കൃഷിയാണ് ട്രാക്ക് ഫാമിംഗ് എന്ന് പറയുന്നത്. ട്രാക്ക് ഫാമിംഗ്
അതുപോലെ കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യുകയും മണ്ണിനെ ഫലഭൂയിഷ്ടി നഷ്ടപ്പെടുമ്പോൾ അടുത്ത പ്രദേശത്തേക്ക് മാറ്റി കൃഷി ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് പുനഃകൃഷി അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്, വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നതാണ്. വാണിജ്യ അടിസ്ഥാനത്തിൽ പച്ചക്കറി കൃഷി എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ പച്ചക്കറി നമ്മൾ വാണിജ്യ ആവശ്യത്തിനായി ഒരു ചന്തയിലേക്ക് കൊണ്ടുപോകുന്നത് ട്രാക്കിൽ ആണെന്ന് വിചാരിച്ചാൽ മതി. ഒരു ട്രക്കൊക്കെ വിളിച്ചിട്ട് അതിൽ കയറ്റിയാണ് കൊണ്ടുപോകുന്നതെന്ന് വിചാരിക്കുക. വാണിജ്യ ആവശ്യത്തിന് ദൂരത്തേക്കൊക്കെ കൊണ്ടുപോകുന്നത് അങ്ങനെയല്ലേ. അപ്പോൾ ആ ഒരു രീതിയിലൊന്ന് കണക്ട് ചെയ്താൽ വാണിജ്യം ട്രാക്ക് ഫാമിംഗ് എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എന്താണ് വാണിജ്യാടിസ്ഥാനത്തിലെ പച്ചക്കറി കൃഷിയാണ് ട്രാക്ക് ഫാമിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യുകയും മണ്ണിന്റെ ഫലഭൂയിഷ്ടി നഷ്ടപ്പെടുമ്പോൾ അടുത്ത പ്രദേശത്തേക്ക് മാറ്റി കൃഷി ചെയ്യുകയും ചെയ്യുന്ന രീതി. പുനഃകൃഷി, മാറ്റി കൃഷി ചെയ്യുക അല്ലെ, പുനഃകൃഷി അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുക, മാറ്റി കൃഷി ചെയ്യുക, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്നും പറയുന്നു. ഓക്കെ. നെക്സ്റ്റ്, കുറച്ച് സ്ഥലത്ത് കൂടുതൽ മുതൽ മുടക്കിൽ ഉൽപാദനം നടത്തുന്ന രീതിയാണ് കടും കൃഷി. അതുപോലെ കൂടുതൽ സ്ഥലത്ത് കുറഞ്ഞ നിരക്കിൽ കൃഷി ചെയ്യുന്നത് വിശാല കൃഷി എന്നും പറയുന്നു. വിശാല കൃഷി. ഓക്കെ. അപ്പൊ കടും കൃഷിയും വിശാല കൃഷിയും. കടും കൃഷി പറഞ്ഞാൽ ഇത് സ്ഥലത്തിന്റെ ബേസിലാണ് നമ്മൾ ഇത് രണ്ടും വ്യത്യസ്തപ്പെടുത്തുന്നത്. കടും കൃഷിയും വിശാല കൃഷിയും. കടും കൃഷി പറഞ്ഞാൽ കുറച്ച് സ്ഥലത്ത് നമ്മൾ കൂടുതൽ മുതൽ മുടക്കിയിട്ട് ഒരുപാട് പൈസ ചെലവാക്കിയിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപാദന രീതി. എന്നാൽ വിശാല കൃഷി പറഞ്ഞാൽ വിശാലമായ സ്ഥലത്ത് നമ്മൾ കുറച്ച് മുതൽ മുടക്കിയിട്ട് കുറച്ച് പൈസ മാത്രം ചെലവാക്കിയിട്ട് കൃഷി ചെയ്യുന്ന രീതി. ഓക്കെ. അപ്പൊ ഇത് കടും കൃഷി ആയാലും വിശാല കൃഷി ആയാലും സ്ഥലത്തിന്റെ ബേസ് ആയിട്ടാണ് പറയേണ്ടത്. സ്ഥലമാണ് നോക്കേണ്ടത് കേട്ടോ. ഓക്കെ. എമൗണ്ട് അല്ല, മുതൽ മുടക്കല്ല നോക്കേണ്ടത്, സ്ഥലം. വിശാല കൃഷി എന്നൊക്കെ പറയുമ്പോൾ വിശാലമായ സ്ഥലം, വിശാലമായ പറമ്പ് എന്നൊക്കെ ഒന്ന് മനസ്സിൽ വരിക. ഓക്കെ. വിശാലമായ പറമ്പിൽ വിശാലമായ സ്ഥലത്ത് കുറച്ച് മുതൽ മുടക്കിൽ ചെയ്യുന്ന കൃഷി. കടും കൃഷിയോ, കടു എന്നൊക്കെ ഓർക്കുക. കടു ഒക്കെ പറയുമ്പോൾ കുറച്ച് ചെറുതല്ലേ കടു. അപ്പൊ ചെറിയ ചെറിയ സ്ഥലത്ത് ഭയങ്കരമായിട്ട് മുതൽ മുടക്കിയിട്ട് ഉണ്ടാക്കുന്ന കൃഷി ആണ് കടും കൃഷി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റിലേക്ക് പോവാം. സ്ഥിരമായ ഒരു സ്ഥലത്ത് കൃഷി ചെയ്യുന്നത് സ്ഥിരം കൃഷി. സ്ഥിരമായിട്ടൊരു സ്ഥലത്താണെങ്കിൽ സ്ഥിരം കൃഷി എന്നാണ് പറയുന്നത്. ആ പേരിൽ തന്നെ ഉണ്ട്, സെന്റൻസിൽ തന്നെ ഉണ്ട്. നെക്സ്റ്റ്, കൃഷിയോടൊപ്പം കന്നുകാലിയെ കൂടി വളർത്തുന്നത് അല്ലെ, കന്നുകാലി അല്ലെങ്കിൽ കോഴി വളർത്തൽ തുടങ്ങിയവ ചെയ്യുന്നത് സങ്കര ഇനം കൃഷി എന്ന് പറയുന്നു. കൃഷിയോടൊപ്പം കന്നുകാലിയെ വളർത്തൽ, കോഴി വളർത്തൽ തുടങ്ങിയവയൊക്കെ മിക്സ് ആയിട്ട് അല്ലെ സങ്കര കൃഷി എന്ന് പറയുന്നത്. സങ്കര കൃഷി, കൃഷിയും ഉണ്ട് കൂടെ മൃഗപരിപാലനവും ഉണ്ട്. ഓക്കെ, അത് സങ്കര കൃഷി എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ലാസ്റ്റ് പോയിന്റ്, ഒരേ വിള കൃഷി ചെയ്യുമ്പോൾ മണ്ണിന് നഷ്ടമാകുന്ന പോഷകങ്ങൾ വീണ്ടെടുക്കുന്നതിന് വിളകൾ മാറി മാറി കൃഷി ചെയ്യുന്ന രീതി. എന്താണ് വിള പരിചരണം എന്ന് പറയും അല്ലെ. വിള പരിചരണം. ഒരേ കൃഷി ചെയ്യുമ്പോൾ ഒരു വിള തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് മണ്ണിന്റെ ഫലഭൂയിഷ്ഠിത നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അല്ലെ, പോഷകങ്ങളൊക്കെ നഷ്ടപ്പെടും. അപ്പൊ ഈ പോഷകങ്ങൾ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് വിളകൾ മാറി മാറി നമ്മൾ ഇടക്കാലത്ത് പയർ കൃഷിയൊക്കെ ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടക്കിടക്ക് ചെയ്തുകൊണ്ടിരിക്കും, മാറി മാറി ചെയ്യും. ഇതിനെയാണ് വിള പരിചരണം എന്ന് പറയുന്നത്. വിളകൾ മാറി മാറി കൃഷി ചെയ്യുന്ന രീതി വിള പരിചരണം. ഓക്കെ. അപ്പൊ ചെറിയൊരു ഭാഗമാണിത്. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. മണ്ണ് ഉപയോഗിക്കാതെ ഉള്ള കൃഷിയാണ് ഹൈഡ്രോഫോണിക്സ്. എന്താ പറഞ്ഞത്, മണ്ണില്ല വെള്ളം മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞല്ലേ. ഹൈഡ്രജൻ എന്നുള്ള രീതിയിൽ ഹൈഡ്രോഫോണിക്സ്. മണ്ണോ ജലമോ ഉപയോഗിക്കാതെയുള്ള കൃഷി രീതി അറിയപ്പെടുന്നത് എയറോഫോണിക്സ്. മണ്ണുമില്ല ജലവുമില്ല, എയർ മാത്രമേ ഉള്ളൂ. ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവാരാണ് ജൈവ കൃഷി. ജൈവ കൃഷി സംഭവങ്ങളൊക്കെ നമ്മൾ വാർഡ് എന്ന് തരുന്നുള്ള രീതിയിൽ വാർഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഹൊവാർഡ്. പ്രകൃതി സ്നേഹികളുടെ ബൈബിൾ സൈലന്റ് ആണല്ലേ, പ്രകൃതിക്ക് ഭയങ്കര സൈലന്റ് ആയിരിക്കും എന്നുള്ള രീതിയിൽ സൈലന്റ് സ്പ്രിങ് എഴുതിയത്, പുസ്തകം രചിച്ചത് സൈലന്റ് ആകുന്നത് എപ്പോഴാണ്, കഴുത്തിന് പിടിക്കുമ്പോൾ അല്ലെ, കൾസൺ, റേച്ചൽ കൾസൺ. ഓക്കെ. നെക്സ്റ്റ്, മസനോബു ഫുക്കുവോക്കയുടെ പ്രധാന പോയിന്റ് എന്താണ്, ഒറ്റ വൈക്കോൽ വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവ്. എന്താണ് വൈക്കോലൊക്കെ കൊണ്ട് നമ്മൾക്ക് ഒരു അടിയൊക്കെ തരുന്ന സമയത്ത് മനസ്സൊക്കെ നോവുന്നുള്ള രീതിയിൽ മനസ്സ് നോവും മസനോബു എന്നുള്ള രീതിയിൽ എടുക്കാം. ജപ്പാനിലല്ലേ, ജീപ്പിലാണ് വൈക്കോലൊക്കെ കൊണ്ടുവരാമെന്നും പറഞ്ഞിട്ടുണ്ട് ജപ്പാൻ. നെക്സ്റ്റ്, കൃഷി രീതികളാണ് പറഞ്ഞത്. വാണിജ്യാടിസ്ഥാനത്തിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നത്. വാണിജ്യാടിസ്ഥാനം നമ്മൾ ട്രക്കിലാണ് കൊണ്ടുപോകുക എന്ന് പറഞ്ഞല്ലേ, ട്രാക്ക് ഫാമിംഗ്. കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യുകയും മണ്ണിന്റെ ഫലഭൂയിഷ്ഠിത നഷ്ടപ്പെടുമ്പോൾ അടുത്ത പ്രദേശത്തേക്ക് മാറ്റി ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് അല്ലെ. അപ്പൊ പുനഃകൃഷി, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. കുറച്ച് സ്ഥലത്ത് കൂടുതൽ മുതൽ മുടക്കി ഉൽപാദനം നടത്തുന്ന രീതിയാണ് കടും കൃഷി. കുറച്ച് സ്ഥലത്ത് കൂടുതൽ മുതൽ മുടക്കി, കുറച്ച് സ്ഥലത്തിന്റെ ബേസിലാണ് പറയുന്നത് അല്ലെ കടും കൃഷി.
കൂടുതൽ സ്ഥലത്താവുമ്പോഴോ വിശാല കൃഷി. സ്ഥിരമായ ഒരു സ്ഥലത്ത് തന്നെ കൃഷി ചെയ്യുന്നത് സ്ഥിരം കൃഷി എന്നറിയപ്പെടുന്നു. കൃഷിയോടൊപ്പം മൃഗപരിപാലനം കൂടി ഉൾപ്പെടുന്ന സമയത്ത് സങ്കര കൃഷി, കന്നുകാലി വളർത്തലോ കോഴി വളർത്തലോ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് സങ്കര കൃഷി എന്ന് പറയുന്നു. നെക്സ്റ്റ്, ഒരേ വിള കൃഷി ചെയ്യുമ്പോൾ തന്നെ മണ്ണിന് നഷ്ടമാകുന്ന പോഷകങ്ങൾ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് വിളകൾ മാറി മാറി കൃഷി ചെയ്യുന്ന രീതിയാണ് വിള പര്യനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് ഇത്ര പോയിന്റ് മാത്രമേ ഉള്ളൂ, കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. താങ്ക് യു.